മേനോൻ മുഖ്യമന്ത്രി പ്രധാന സേവകനുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന്റെ വീട്ടിൽ ഇ ഡി റെയ്ഡ്. ഡീലൊന്നും അല്ലല്ലോ അല്ലേ? അങ്ങനെ പറയുകയും ചെയ്യരുത്. കാര്യം മേനോൻ മുഖ്യമന്ത്രിക്ക് ഡൽഹിയിൽ ചെല്ലണമെന്ന് പറഞ്ഞപ്പോൾ സ്വന്തം വീടിന്റെ വാതിൽ തന്നെ മലർക്കെ തുറന്നിട്ടിരുന്നു. ഇത്രയും കാലം ചില സന്ദർഭങ്ങളിൽ അനുമതി പോലും കൊടുക്കാത്ത മുഖ്യ സേവകൻ പൊടുന്നനെ വിശാലമായിട്ട് വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു, ചായ കൊടുക്കുന്നു, അതിനുശേഷം അവിടെ വെച്ച് ചില ഡീലുകൾ ഉറപ്പിക്കുന്നു. ഇനി കമ്മ്യൂണിസ്റ്റ് കേരളത്തിൽ വരാതിരിക്കാൻ എന്ത് ചെയ്യണം? മേനോൻ മുഖ്യമന്ത്രിയുടെ അഭിപ്രായം തേടി അദ്ദേഹത്തോടൊപ്പം തന്നെ ഫ്ലൈറ്റിൽ ഡൽഹിയിൽ നിന്ന് ഇ ഡിക്കാരെ അയച്ചു. എന്നിട്ട് പിണറായി വിജയന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിലെല്ലാം ഒരു റെയ്ഡ് അങ്ങ് വയ്ക്കൂ. നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ, കാര്യം നമ്മുടെ എല്ലാ കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്തിരുന്നത് വാർത്താ മാധ്യമങ്ങൾ എന്ന് പറയുന്ന അതിനകത്ത് തിരികെ കയറ്റിയിരിക്കുന്ന സംഘികളാണല്ലോ. കേരളത്തിലെ മൗദൂദികളും സുഡാപ്പികളും കോൺഗ്രസ്സുകാരും ഇടതുവിരുദ്ധരെല്ലാം വലിയ ആവേശഭരിതരായി ഇന്നിപ്പോ ആഘോഷിക്കുന്ന വാർത്തയാണ് മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ വീട്ടിലെ ഇ ഡി റെയ്ഡും. എന്തായാലും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത്രയും കാലം ഡീലായിരുന്നു. ആരൊക്കെ തമ്മിൽ? പിണറായിയും മോദിയും തമ്മിൽ വലിയ ഡീലായിരുന്നു. ആ ഡീലിന്റെയും ആ ഊഷ്മള ബന്ധത്തിന്റെ ഭാഗമായിട്ടാണ് രാജ്യത്താകമാനമുള്ള പല മുഖ്യമന്ത്രിമാരെയും തൊടാതിരുന്ന സന്ദർഭത്തിൽ ഇപ്പോൾ തൊട്ടത്. ഇപ്പോൾ ഡീൽ അവസാനിച്ചു പൊടുന്നനെ. അതായത് ഇന്നലെ വരെ നമ്മൾ അടുത്ത ബന്ധക്കാരായിരുന്നു, അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അധികാരം പോയതോടുകൂടി ആ സൗഹൃദം അവസാനിച്ചു എന്ന് പറയുന്നിടത്ത് നിങ്ങൾക്ക് തലയ്ക്കകത്ത് ആള് താമസമുണ്ടെങ്കിൽ ചിന്തിക്കാവുന്നതാണ്. രാജ്യത്താകമാനം, അതായത് ഇവിടുത്തെ മൗദൂദികളും സുഡാപ്പികളൊക്കെ ഒന്ന് തയ്യാറായിരുന്നോളൂ. അവർക്ക് എതിർ ശബ്ദമായിട്ടുള്ളവർ അവർ ഇനി ഉയർന്നു വരാതിരിക്കാൻ വേണ്ടിയുള്ള ജാഗ്രതയോടുകൂടിയുള്ള നീക്കം, അത് മേനോൻ മുഖ്യമന്ത്രി വന്നതിന് ശേഷം ഇനി ഇവിടെ സവർണ സർക്കാരുകൾക്ക് ബദൽ ശബ്ദമായിട്ട് പിന്നോക്കക്കാരനോ തൊഴിലാളികളോ ദ്രാവിഡ സർക്കാരുകളോ ഉയർന്നു വരാൻ പാടില്ല. അതിന് നമ്മൾ വളരെ കരുതലോടെയും ജാഗ്രതയോടെയും നീങ്ങണം. ആ ഡീലാണ് നടപ്പാക്കാൻ പോകുന്നത്. ഒരു കാര്യം പറഞ്ഞോട്ടെ, അങ്ങ് ഡൽഹിയിൽ ആം ആദ്മി സർക്കാരിനെ ഇല്ലാതാക്കിയത് ആരാണെന്ന് അറിയാലോ. ആ കേസ് CBI തന്നെ കോഷ് ചെയ്ത് കളഞ്ഞത് നിങ്ങൾ കണ്ടല്ലോ. അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടിട്ട് ഒരു വലിയ കേസായിട്ട് കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ അവതരിപ്പിക്കും. കാര്യം ഈ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ടല്ലോ, ഏത് ഉച്ചിഷ്ടം കിട്ടണവനോടൊപ്പം കൂറു പുലർത്തുന്ന സ്വഭാവക്കാർ, ആ ഉച്ചിഷ്ടക്കാർ ആരാണോ അവർക്ക് നൽകുന്നത് അധികാരമുള്ളവരുടെ കൂടെ അധികാരം പേറി അവർക്ക് കാര്യമായിട്ട് വാരിക്കോരി കൊടുക്കുന്നവരോട് കൂറു പുലർത്തുന്ന ഒരു മൃഗത്തിന്റെ സ്വഭാവമാണ്. ആ സ്വഭാവം കാട്ടുന്നവരിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? വലിയ പ്രചരണം അങ്ങ് കൊടുക്കണം. അങ്ങനെയാണ് ഇപ്പോൾ ഇ ഡി റെയ്ഡ് നടക്കുന്നത്. കഴിഞ്ഞ 10 വർഷം മുഖ്യമന്ത്രി ആയിരുന്ന സന്ദർഭത്തിൽ വലിയ ഡീൽ ആയതുകൊണ്ടാണ് തൊടാതിരുന്നത്. ഡീലെല്ലാം ഇപ്പോൾ അവസാനിച്ചു.